നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലോഗോയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മൊബൈൽ നോക്കായിരുന്നു. പക്ഷേ മൊബൈലിൽ എത്രയോ ആപ്സ് ഉണ്ട്. അപ്പോൾ ഒരു ലോഗോ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? അപ്പോൾ ലോഗോ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് ഡിജിറ്റൽ ഫേസ് എന്നേ പറയാൻ പറ്റും. അപ്പം എല്ലാം കൂടെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് ബ്രാൻഡിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലട്ടറിൻ്റെ ഇടയിൽ എങ്ങനെ അതൊരു വ്യക്തിഗതമായ ഒരു അല്ലെങ്കിൽ ഐഡന്റിറ്റി എങ്ങനെ കൊടുക്കാം എന്നാണ് ലോഗോ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ആളുകൾ കമ്പനിക്ക് വേണ്ടി വല്ലാതെ സ്പെൻഡ് ചെയ്യും. കമ്പനിയെക്കുറിച്ച് വളരെ വർഷങ്ങളോളം അല്ലെങ്കിൽ അത്രയും നീണ്ട ഒരു റിസർച്ച് നടത്തി അവസാനം ആ കമ്പനിക്ക് അദ്ദേഹത്തിൻ്റെ അത്രയും എഫേർട്ടും സ്ലീപ്ലെസ് നൈറ്റ്സും എല്ലാം കഴിഞ്ഞ് ആ കമ്പനി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പുറം ലോകം അറിയുന്നത് ഒരു ഫേസ് കൊണ്ടാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി കാൾ ലോഗോ. അല്ലാതെ കുറച്ചും കൂടെ ഗ്ലോറിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ക്ലീഷയായിട്ട് എംബ്ലം എന്ന് പറയാൻ പറ്റും. അതിൽ തന്നെ ഇൻസിഗ്നിയ എന്ന് പറയാൻ പറ്റും. ഇൻസിഗ്നിയ എന്ന് പറയുമ്പോൾ ലോഗോയുടെ കൂടെ അല്ലെങ്കിൽ പേരിന്റെ കൂടെ ഒരു സിമ്പിളാണ് ഇൻസിഗ്നിയ എന്ന് പറയുന്നത്. ഈ ലോഗോ എന്താണ് ലോഗോ മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലോഗോ ക്രിയേറ്റീവ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നസ്രിയുടെ ചോദ്യം അല്ലെ. അതില് ഇപ്പൊ നമ്മുടെ അപ്പോസ്ട്രോഫ് ലോഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോസ്ട്രോഫ് സിമ്പിൾ ടൈപ്പ് ചെയ്ത് എസ് മാത്രം ഒന്ന് വലുതാക്കി ആ എസിന് ഇടയിൽ ഒരു അപ്പോസ്ട്രോഫ് സിമ്പിൾ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ആ എസിനെ പേഴ്സോണിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടയിലൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുക. അപ്പോൾ എല്ലാം ഒരേപോലെ ലെറ്റേഴ്സിന്റെ എസ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ആ എസിന്റെ അവിടെ അപ്പോസ്ട്രോഫോ എസിന്റെ ആണ്. അപ്പോസ്ട്രോഫോ മീൻസ് അങ്ങനെ വരുന്നത് അവിടെ ഒബ്സെഷൻ ആണ്, അല്ലാതെ ഒരു പോസിറ്റീവ്നെസ് ആണ് വരുന്നത്. അപ്പൊ ആ പോസിറ്റീവ്നെസിനെ പുറത്തേക്ക് കാണിക്കണം. അപ്പൊ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ബേസ് വേണം. അതുകൊണ്ടാണ് എസ് വലുതാക്കിയിട്ട് അപ്പോസ്ട്രോഫോടെ വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പല ലോഗോസ് ഉണ്ടാവും. ലൈക്ക് ആമസോൺ എന്ന ലോഗോയില് അതിൽ 2 ലെറ്റേഴ്സ് വളരെ ആക്സിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, എയും സെറ്റും. അപ്പൊ ആ ലെറ്റേഴ്സ് വന്നപ്പോൾ അതിനെ വെച്ചിട്ട് ആ ഡിസൈനർ പുള്ളിക്ക് ക്രിയേറ്റീവ് ചിന്തിച്ചാണെന്ത് എയും സെറ്റും ഉണ്ട്. ഓക്കെ, എ ടു സെറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എവറിഥിങ്. ഇപ്പൊ ആമസോൺ എന്ന് പറയുമ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോർ ആണ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ആണ്. അപ്പൊ അവിടെ എ ടു സെറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ടു സെറ്റ് സാധനങ്ങൾ കിട്ടും എന്നുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ലോഗോയിൽ കാണാൻ പറ്റും. എന്റെ താഴെ തുടങ്ങി സെറ്റിന്റെ അവിടെ ചെന്ന് എത്തി നിൽക്കുന്ന ഒരു ആരോ. ആ ആരോ നൈസായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്, ഒരു സ്മൈലി ഫേസ് കൂടെ അവിടെ വരുന്നുണ്ട്, ഒരു സ്മൈലി രൂപത്തിൽ. ഇപ്പൊ നൈക്കി ലോഗോ ജസ്റ്റ് സ്റ്റോക്ക്, അത് പേരില്ല എന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നൈക്കിയാണെന്നുള്ളത്. അപ്പൊ അതിപ്പോ ഒരു ഷൂവിന്റെ മേലെയോ അല്ലെങ്കിൽ ടീഷർട്ടിന്റെ മേലെയോ ജസ്റ്റ് ആ സൂക്ഷിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ലോഗോ. എത്രത്തോളം സീരിയസ് ആയിട്ട് ലോഗോയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ആപ്പിളാണ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നമ്മുടെ മീറ്റിംഗ് പറയാനുണ്ടായിട്ട് ആപ്പിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനോഫ് എന്ന് പറഞ്ഞൊരു ഡിസൈനറാണ് ആപ്പിൾ ഡിസൈൻ ചെയ്തത്, ആപ്പിൾ ലോഗോ ഡിസൈൻ ചെയ്തത്. അപ്പൊ അത് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് സ്ട്രോങ് ആയിട്ട് എന്താ സംഭവം, ബൈബിളിക്കലായിട്ടുള്ള സംഭവമാണ്. അതിന് ആദ്യം പിന്നെ ഈ വഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു ആപ്പിൾ എന്ന സംഭവം അതൊരു വിലക്കപ്പെട്ട ഒരു ഇതായതുകൊണ്ട് ടെംപ്റ്റേഷൻ കൊണ്ട് അത് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ ബിറ്റൺ ആപ്പിൾ ആയിട്ടാണ് ആ ലോഗോ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 2D സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മോണോക്രോം സ്റ്റൈലാണ് ആപ്പിൾ ലോഗോ ചെയ്തിട്ടുള്ളത്. ആപ്പിൾ ഒരു ബൈറ്റ്. പക്ഷെ ആ ഒരു ബൈബിളിക്കലായിട്ടുള്ള സംഭവം അവരത് ഡിനേ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വരുമ്പോൾ അത് ഒരു റിലീജിയസ് കോൺടെക്സ്റ്റിലേക്ക് വരുമ്പോൾ അത്രത്തോളം ബാക്ക്ലാഷ് ചെയ്ത് വിചാരിച്ചിട്ട് അതതിനെ ഒഫീഷ്യലി അവരതിനെ ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എവരി വൺ നോസ്
എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിൽ ആ ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു റീകോൾ വാല്യൂ വളരെ വലുതാണ്. ഒരു സൈഡിൽ പറയുന്നുണ്ട്, നമ്മുടെ സൈഡിൽ ആ ഒരു ബിറ്റൺ സൈഡിൽ കൊടുക്കാൻ കാരണം, കടിച്ച പോലെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ ഔട്ട്ലൈൻ മാത്രമായിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ ചെറിയ പഴമുണ്ടല്ലോ, കണ്ട് ആപ്പിളിന്റെ അതേ ഷേപ്പ് തന്നെയാണ് ചെറിയ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ. അപ്പൊ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു സ്കെയിലിംഗ് കൊടുത്താണെന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു ഏകദേശം വായയുടെ ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളോ ചെയ്യാം, മുഴുകാൻ പറ്റും. അല്ലെങ്കിൽ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിലും ചെറുതാണ്. അപ്പൊ ആപ്പിളിന്റെ ആ സൈസ്, ആ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഒരു ബിറ്റൺ ഈ കടിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊടുത്തത് എന്ന് പറയാറുണ്ട്. മൾട്ടി ലെയർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ലോകോയിൽ കൊണ്ടുവരാൻ പറ്റും. അതിൽ തന്നെ ആപ്പിളിന് വേറൊരു വാദഗതി ഉണ്ടെന്ന് വെച്ചാല് ബൈറ്റ് എന്നുള്ള സംഭവം, ബൈറ്റ് BIT ബൈറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടിക്കുക എന്നുള്ളതാണ്. BYT ബൈറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അത് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അത് ഒരു കമ്പ്യൂട്ടർ ഡാറ്റ എത്ര ബൈറ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് IT റിലേറ്റഡ് ആയതുകൊണ്ട് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ അതിനെ റാഷണലൈസ് ചെയ്യാൻ പറ്റും, അതിനെ കൊണോട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ, അയാൾ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു എമൗണ്ടും കാര്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട്, വലിയ ഹ്യൂജ് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനി റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനി തിരിച്ചറിയുന്നത് ഈ ലോഗോ ആണെന്ന് സത്യം പലരും മറന്നു പോകാറുണ്ട്. നമ്മളിപ്പോൾ ലോഗോക്ക് ഒരു ഇത്ര എമൗണ്ട് ചാർജ് ചെയ്യുമ്പോൾ, അയ്യോ ഈ ലോഗോക്കോ ഇത്രയ്ക്കോ, ഇത് വളരെ സിമ്പിൾ അല്ലേ, ഇതിനാണ് അത്രയും ചാർജ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേസമയം അവരറിയുന്നില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അറിയാം. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും കാലം എന്റെ ഊണും ഉറക്കവും അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളും ഒക്കെ ഞാൻ ഒരു കോൺസെപ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള അതിലേക്ക് ഞാൻ എന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ സമയം എല്ലാം എയറിലാണ്, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിലെ എയറിലാണ്. അത് ജനങ്ങൾ അറിയുന്നത് ആ പേരിൽ കൂടിയും ആ ലോഗോയിൽ കൂടിയാണ്. അതിൻ്റെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ലോഗോ ആണ്. പക്ഷെ ആ ലോഗോക്ക് ഞാൻ ഇത്രയും കടുംപിടുത്തം അല്ലെങ്കിൽ ഇത്രയും പിശുക്കി ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്. ഈ ലോഗോക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ലേയേഴ്സ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ മെറ്റഫർ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു ഫിലോസഫി കൊണ്ടുവന്ന് ഇത്രയും മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം വേറെ ഒന്നാണ്. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനി ഓർഡർപ്രണർ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്ത് അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ അതിന് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം മുന്നോട്ട് കണ്ട് അത് ലെഗസി ആയിട്ട് പരിണമിക്കുന്നതും നമ്മുടെ ജനറേഷൻസ് ത്രൂ ആ ബിസിനസ് റൺ ചെയ്യുന്നതും ഒക്കെ വരുമ്പോൾ അവിടെ ആ ലോഗോയുടെ ഉള്ളിൽ, ലോഗോ എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ മറഞ്ഞു കിടക്കുന്ന ഇതിന്റെ ഒരു ഈ ലെഗസിക്ക് ഉപോത്ബലകമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് കോൺസെപ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു സെൽഫ് എസ്റ്റീം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് മീറ്റിന്റെ ഇടയിൽ, നമ്മുടെ നെറ്റ്വർക്കിങ്ങിന്റെ ഇടയിൽ നമ്മളൊരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ, ആ കമ്പനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ലോഗോ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ത്രില്ലുണ്ട്. ദാറ്റ് ഈസ് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തേക്കാണ്. ആ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇത് വെറും ഒരു കമ്പനിയല്ല, ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായി ശ്രദ്ധിക്കുന്ന സംഭവമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, ആ ഫീൽ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ഓൺട്രപ്രണറെ മുന്നോട്ട് നയിക്കുന്നത്. ക്രിയേറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ, ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2 തരം ആളുകളെ നമ്മൾ അഡ്രസ് ചെയ്യണം. ഒന്ന് എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പിലെ ക്ലയന്റ് ഏത് ടൈപ്പാണ്,
ആ ക്ലയന്റ് വളരെ എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറേ മുന്നോട്ട് പോകുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നൈക്കി ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് സാംസങ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു വ്യതിരിക്തത അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ കോമ്പറ്റീവ് എഡ്ജ് ഇത് ആ ബ്രാൻഡിന് കൊടുക്കണമെന്ന് ഡിസൈനർക്ക് ഒരു വാശിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ വാശിപ്പുറത്താണ് ചിലപ്പോൾ അതിനെ ഒരു മാത്തമാറ്റിക്കലായിട്ടും സയന്റിഫിക്കലായിട്ടും ഈ ഡിസൈനെ ലിങ്ക് ചെയ്യും. അപ്പം അങ്ങനെ ലിങ്ക് ഉണ്ടാവുന്ന ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡിസൈൻസ് അതിൽ വരുന്നതാണ് ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫെബനാഷി റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിസൈനെ എത്രത്തോളം നമ്മൾ മെറ്റിക്കുലസ് ആക്കി, എത്രത്തോളം കോപ്പി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്ക്ലൂസീവായിട്ട് ആ ഡിസൈനെ കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞ തിയറീസ് വെച്ച് ചെയ്ത സംഭവമാണ്. നിങ്ങൾ കാണുന്ന ആപ്പിൾ ആണെന്നുണ്ടെങ്കിലും പെപ്സി ആണെന്നുണ്ടെങ്കിലും ടൊയോട്ട ആണെന്നുണ്ടെങ്കിലും സാംസങ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഗോൾഡൻ റൂൾ പ്രിൻസിപ്പിൾ ചെയ്ത സംഭവമാണ്. വളരെ ഈസിയാണ്, കാരണം അത് മാത്തമാറ്റിക്സിലുള്ള ചില നൈസായിട്ടുള്ള നമ്മൾ പറയുമല്ലോ, നമ്മൾ കോയിൻസിഡൻസ് എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ബ്രില്യൻസ് എന്നൊക്കെ പറയാം, അതിലൂടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഡിസൈനിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ലോഗോയിൽ ചെയ്യുമ്പോൾ അത് വെറും ഒരു ലോഗോ എന്ന് പറയുന്ന ഒരു ക്ലീഷയ്ക്ക് അപ്പുറത്ത് അത് കോർപ്പറേറ്റ് ഐഡന്റിറ്റി ലോഗോയെ തന്നെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ. കാരണം ഈ ലോഗോ എന്ന് പറയുന്നത് കമ്പനിയാണ്. ഇറ്റ് കുഡ് ബി എ കമ്പനി, ഇറ്റ് കുഡ് ബി അല്ലെങ്കിൽ മൊബൈലായിട്ട് ഒരു ബസ് ആവാം, അല്ലെങ്കിൽ വെഹിക്കിൾ ഗ്രാഫിക്സിലേക്ക് വരാം, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് വരാം, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് വരാം, ഒരു ലെറ്റർ ഹെഡിലേക്ക് വരാം. ഇതൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു എക്കോസിസ്റ്റം ആയിട്ട് മാറും. അപ്പോൾ ഈ ലോഗോ അവിടേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം കമ്പോണൻസ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഇതിന് സിനർജൈസ് ചെയ്യാന്ന് പറയും, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം എടുത്തിട്ടാവും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചില അതേ കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ലോഗോയുടെ തീമിനെ ആയിരിക്കും ഓഫീസ് ഇന്റീരിയർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ലോഗോയിൽ ഒരു വേവ് ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫീസിലെ ഹാഫ് വാൾ ഒരു വേവ് ഫോം ആയിരിക്കും. അപ്പോൾ ഒരു ഉള്ളിലേക്ക് കടക്കുന്ന ആൾക്ക് പെട്ടെന്ന് ആ ലോഗോ എന്താണ്, ബ്രാൻഡ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ലോകത്തിലേക്ക്, ഇംഗ്ലീഷ് ഡെജാവ് എന്ന് പറയും. ഡെജാവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോകത്തേക്ക് പെട്ടെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഭ്രമാത്മകമായ അല്ലെങ്കിൽ ഒരു കാൽപ്പനികതയുടെ ഒരു സംഭവം ഡെജാവ്. ഡെജാവ് കേട്ടില്ലേ? ഡെജാവ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രാമാറ്റിക്കലായിട്ട് മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇല്യൂഷനൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവുന്ന ഒരു വിധേയത്വം, ആ വിധേയത്വം ആ ബ്രാൻഡിലേക്ക് എൻഡോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർമ്മിക്കപ്പെടും, നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് സക്സസ് ആവും. ഓഫ് കോഴ്സ് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഗുണം അത് ഉറപ്പുവരുത്താണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബ്രാൻഡ് ഏത് ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരാൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലോഗോ ആയിരിക്കും, അല്ലെങ്കിൽ ആ കളറായിരിക്കും. അതാണ് persuading him to buy that particular product. അല്ലേ? ഇതാണ് ലോഗോയുടെ. താങ്ക് യു.